ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ചെടികളൊക്കെ ഉള്ളു കേട്ടോ. രാവിലെ നട്ട് വെച്ചതാണ്. മുക്കുറ്റിപ്പൂവിൻ്റെ നിറച്ച് മുക്കുറ്റിപ്പൂ ഇവിടെ മുറ്റത്തും ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഭംഗി വേണ്ടി ഞാൻ പറിച്ച ശേഷം വൈകുന്നേരമായപ്പോഴത്തേനും ഒരുമാതിരി വാടിപ്പോയി. പാവയ്ക്ക മെഴുക്കുവരട്ടി, ചോറ്, മോര് കറി, മുളക് ചമ്മന്തി. ഞാൻ ഇച്ചിരി ചോറ് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ച്, നല്ല വിശപ്പ്. മുളക് ചമ്മന്തി എടുത്ത്, എടാ കൊച്ചേ ഇവിടെ മാറിക്കേ അങ്ങോട്ട്. പിന്നെ രാവിലെ ഇച്ചിരി ഓട്സ് കാച്ചിയായിരുന്നു, പക്ഷെ അതങ്ങ് കട്ടിയായിപ്പോയി. അതുകൊണ്ട് ഇച്ചിരി കഴിക്കാൻ തോന്നിയില്ല. എന്നിട്ട് ഇവൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇവൻ അങ്ങ് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ ചോറിൻ്റെ എടുത്തിട്ട് വരിക കേട്ടോ, അഹങ്കാരി. പോടാ അവിടുന്ന്. ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടില്ല, ഇന്നലെയൊക്കെ അങ്ങ് മടിയായിപ്പോയി, വയ്യായിരുന്നു, വീഡിയോ ഇട്ടില്ല. പിന്നെ ഇവിടെ റോഡിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. മഴ ഇപ്പം ഇച്ചിരി തോർന്ന് നിൽക്കുന്നതേ ഉള്ളൂ, പക്ഷെ റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പം അങ്ങനെ റോഡിൻ്റെ അവിടെ വന്നിരുന്ന് കഴിക്കുന്നില്ല, മടിച്ച്. അപ്പം ഇതാണ് രാവിലത്തെ എൻ്റെ ആഹാരം. ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ ഉള്ളൂ. മോള് ജോലിക്ക് പോയി, ചേട്ടൻ ജോലിക്ക് പോയി. പിന്നെ രാവിലെ ഇവിടെ കുറച്ച് ചെടികളുടെ ഇടയിൽ പോച്ചയൊക്കെ പറിച്ച് വൃത്തിയാക്കി ഇടയ്ക്ക് ഇരുന്ന്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇച്ചിരി നേരം കിടന്നു. ഇച്ചിരി സുഖമില്ലാഴികയുണ്ട്, അപ്പം അങ്ങനെ കിടന്നു. ഇനി വൈകുന്നേരം എല്ലാവരും വരുമ്പോഴത്തേക്കൊക്കെ ചോറും കറിയൊക്കെ ആക്കണം. വെയിലില്ല, ഭയങ്കര മഴയായിരുന്നു ഇന്നിവിടെ. രാവിലെയൊക്കെ മഴ ആയതുകൊണ്ട് മടിച്ച് വെളിയിൽ എങ്ങാതെ നനച്ചിട്ട തുണിയും ഒന്നും ഉണങ്ങാനോ പറക്കാനോ ഒന്നും പറ്റില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥ. രാവിലെ ചെടിക്കൊക്കെ ഒരുവിധം വൃത്തിയാക്കി വൃത്തിയാക്കി. പിന്നെ ഇവിടെ കുറച്ച് മുക്കൂറ്റി നട്ട് വെച്ച്. രാവിലെ നല്ല രസമായിരുന്നു, പൂക്കളൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ചായ നല്ലതായിട്ട് തിളച്ച് വൃത്തിയായി. നല്ല ക്ഷീണം, അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്തോ വൈകാഴികയുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓടിച്ചാടി നടക്കുന്നതാണ്. എന്താണെങ്കിൽ ബാങ്കിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്ന, വേറൊന്നുമല്ല, പണയത്തിന് ഇച്ചിരി പൈസ പലിശ കൊണ്ടടയ്ക്കാൻ. ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് പലിശ അടച്ചിട്ടില്ല. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഭയങ്കര ടെൻഷനാണ്. ഞാനതിലിങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുക. പിന്നെ പൈസ കൊണ്ടടയ്ക്കാനും പറ്റിയില്ല. ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ അതും നടന്നില്ല. അതുകൊണ്ടങ്ങ് എന്തോ ഒരു വയ്യാഴിയായി. രാവിലെ ചേട്ടൻ വണ്ടിക്കൂലിയൊക്കെ തന്നിട്ടാണ് പോയേ, പക്ഷെ എനിക്കങ്ങ് മടിയായി. നല്ല ക്ഷീണമുണ്ട്. സംഭവം എന്താണെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ ചേച്ചി ഇച്ചിരി ചായ ഇട്ട് കുടിക്കാം എന്ന് വിചാരിച്ച് ചായ എടുത്ത്. എനിക്ക് മാത്രമേ ഞാൻ ചായ ഇട്ടുള്ളൂ, ഞാൻ മാത്രമല്ല ഉള്ളൂ. ചായയും കൊണ്ട് തന്നെ തിണ്ണയ്ക്ക് വന്നിരുന്നു ചായ കുടിക്കാം. രാവിലെ ഇവിടെയൊക്കെ കുറച്ച് മണൽ അവിടെ നിന്നൊക്കെ വാരിക്കൊണ്ട് വന്ന് ഇവിടെയൊക്കെ ഇട്ട്. ഇവിടെയൊക്കെ ഇച്ചിരി വെള്ളം നിൽക്കുന്നുണ്ടേ. അപ്പം അതിന് ഞാനിങ്ങനെ കുറച്ച് ചരലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മഴവെള്ളത്തിൽ ഒഴുകി വന്നതൊക്കെ വാരിക്കൊണ്ട് വന്ന്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് മുറ്റമൊക്കെ തൂത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പെരയുടെ ബാക്ക് സൈഡാണ്, അടുക്കളയുടെ അവിടെ കുറച്ച് മണ്ണിട്ട് വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ചേട്ടൻ ഇന്നലെ മണ്ണിട്ട്. എൻ്റെ വണ്ടി അവിടെ വെക്കുന്നത്, അപ്പോൾ ഭയങ്കര ചള്ളയാവുന്നുണ്ട്. പിന്നെ മുറ്റമൊക്കെ തൂക്കാമെന്ന് വെച്ച് തൂത്ത്. മഴയായിരുന്നുകൊണ്ട് രാവിലെ ഒന്നും തൂത്തില്ല. അപ്പോൾ തൂത്ത് വണ്ടി ഇനി ഇച്ചിരി സിമെൻ്റ് എങ്ങനെ വാങ്ങിച്ചിട്ടിരുന്നാലേ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര ചള്ളയാണ് അവിടെ മണ്ണിട്ടെടുത്തേ. അപ്പം അത് ചെയ്യണം. ഇപ്പം മഴയായിട്ട് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി പ്രയാസവും കൂടെ. അപ്പം എല്ലാം കൂടെ പറ്റണ്ടായോ. 2 ദിവസം താമസം വരും. എന്നാലും
നോക്കണം, അത് ശരിയാക്കണം. പിന്നെ റോഡിൻ്റെ അവിടോട്ട് തൂക്കാൻ പോയപ്പോഴാണ് ഞങ്ങളുടെ ഇതിലെ കൂടെ ബസ് അങ്ങോട്ട് പോയത്. റോഡിനവിടെയൊക്കെ ചെറിയ ചെറിയ പോച്ചകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളഞ്ഞ് തൂത്തുവാരി വൃത്തിയാക്കി. എന്നാലും 2 ദിവസം കഴിയുമ്പോഴത്തേനും പിന്നും അതുപോലെ തന്നെ ആവും. എങ്കിലും പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇടും. പിന്നെ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.